ഒരു വീട്ടിൽ പോയിരുന്ന ചേട്ടനും അനിയനും ഉണ്ട്. വചനം കൊടുക്കുകയാണ്. വചനം കൊടുത്ത് ചേട്ടൻ വചനമൊന്നും സ്വീകരിക്കണില്ല. മണി നോക്കിയാണ് ഊണ് കഴിക്കാൻ സമയമായെന്ന്. 12:30 മണിയാകത്ത് നോക്കുമല്ലോ. അങ്ങനെ നോക്കുന്നവരുടെ ദൈവം എവിടെയാണ്? ആ വചനം പറയാമോ? ഫിലിപ്പിയ 3:19 ഉദരമാണ് അവരുടെ ദൈവം. അവരാണ് ഈ മണിനോട്ടം, കൈ നോട്ടം, സമയം, ടൈമായി വാച്ച്. വേഗം നമ്മൾ പോകണം അവിടെ നിന്ന്. അപ്പൊ അവിടെ ഏത് വചനം അവിടെ കൊടുക്കണോ? മത്തായി 7:6 വിശുദ്ധമായതൊന്നും നായ്ക്കൾക്കും. അപ്പൊ അയാള് നായാണോ? ആണ്. ജ്ഞാനം 1:16 അധർമ്മി. മനസ്സിലായില്ലേ? അനിയനോട് അസൂയാണ്. അനിയൻ പണക്കാരനായിരുന്നു. ധനം വന്നാല് അസൂയ അവിടെ ജനം ഇല്ലാത്തവന് ഉണ്ടാവും. അത്യാഗ്രഹമാണ്. ഈ അത്യാഗ്രഹം ഒരു പാവമാണോ ഇല്ലയോ? 1 കൊറിന്തോസ് 6 9-11 ധനത്തില് അത്യാഗ്രഹം പാവമാണ്. അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമോ? ഇല്ല. പണത്തിനോട് അത്യാഗ്രഹം വന്നാൽ വചനം എവിടെയാണ്? കൊളോസസ് 3:5 വിഗ്രഹാരാധനയാണ്. ഏറ്റവും വലിയ വിഗ്രഹാരാധന. അവിടെ മുഴുവൻ വിഗ്രഹാരാധന എന്താണ്? പണമാണ്, ദ്രവ്യാസക്തിയാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയായിരിക്കും. പ്രത്യേകിച്ച് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അരുവി അറിയാൻ സാധിക്കും ഏത് അരുവിയാണ് അവിടെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞപ്പോൾ അനിയനോട് എന്താണ് ബ്രദറെ, വല്ല വചനം വല്ലതും കൊടുക്കാനുണ്ടോ? ഒന്നും കൊടുക്കാനില്ല, ഈ വചനമാണ് തന്നേക്കണേ, കർത്താവ് തന്നേക്കണേ. അപ്പൊ പറഞ്ഞു പാപത്തിന്റെ വേദന മരണമാണ്. റോമ 6:23. പെട്ടെന്ന് പറഞ്ഞു 6 മാസത്തിനുള്ളിൽ പുള്ളി തട്ടിപ്പോകും. പെട്ടെന്ന് ജ്ഞാനത്തിലൊക്കെ പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടാണ്? എബ്രായർ 10:26-31 വചനം പ്രവർത്തിക്കുകയാണ് അവിടെ. നമ്മളല്ല ചെയ്യുന്നത്, ആത്മാവാണ്. കേട്ടോ? ഇതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ ഒക്കെ പറയുന്നത്. ഈ പ്രവാചനം വരുന്നതെല്ലാം ആത്മാവിന്റെ പ്രചോദനമാണ്. അത് ദൈവത്തിന്റെ യേശുവിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. വെളിപ്പാട് 19:10 ദൈവത്തിന് 2 ആഴ്ച മുമ്പ് അയാൾ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു പോയി, ഹാർട്ട് അറ്റാക്ക്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ആ സമുദായത്തിന് മുഴുവൻ വിശ്വാസം വരും. കാരണം പാട്ടും പൊട്ടുമായിട്ടൊക്കെ നടക്കുന്ന പല സമുദായമുണ്ട്. അത് മാത്രം മതി. അല്ല, ഈശ്വരനല്ല. മനസ്സിലായില്ലേ? അവരുടെ യുദ്ധമനുസരിച്ച് അവർ വചനം വളച്ചൊടിച്ചിട്ട് നടക്കും. വചനം, അതായത് ഈശ്വരൻ ഞങ്ങളെല്ലാം രക്ഷിച്ചെന്നാ പറഞ്ഞേക്കണം. എങ്ങനെ വേണമെങ്കിലും ആയിക്കോളാം. അങ്ങനെയൊക്കെ ഉണ്ട് പല സ്ഥലത്ത്. അവരവരുടെ യുദ്ധമനുസരിച്ച്. ഈ 2 തിമോത്തി 4 3-4 വാക്യം അവനവന്റെ അഭിരുചിക്ക് ചേർന്നവരെയൊക്കെ വിളിച്ചു കൂട്ടും. എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ കുടിക്കാം, സ്വല്പം കുടിക്കാം, കുഴപ്പമില്ല, വീഞ്ഞ് സുബോധമാണെന്ന്. ഇങ്ങനെ പല വചനങ്ങളും മാറ്റിമറിച്ചൊക്കെ എടുക്കുമവര്. കേട്ടോ? അതെന്തുകൊണ്ടാണ്? അവരവരുടെ യുദ്ധമനുസരിച്ച് അവരൊരു വചനം വളച്ചൊടിക്കും. വചനം വളച്ചൊടിച്ചുകൂടാ. 2 പത്രോസ് 1:20-21 വാക്യത്തില് അതൊന്ന് വായിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. പത്രോസ് കൊടുത്തിരിക്കുന്നത് മാറ്റി മറിക്കാൻ ആരെക്കൊണ്ട് സാധ്യമല്ല. മറ്റത് പ്രവചനമാണ്. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതങ്ങളിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. കണ്ടോ? അത് ആർക്കും വളച്ചൊടിക്കാനോ തിരിച്ചടിക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് വചനം അതുപോലെ തന്നെ സ്വീകരിക്കണം. വചനം സ്വീകരിക്കുമ്പോൾ സങ്കീർത്തനം 119 130 വാക്യപ്രകാരം വെളിച്ചത്തിന്റെ വീക്ഷണമെങ്കിൽ എളിമയിൽ തന്നെ വരണം. ഏറ്റവും വലിയ എളിമ ഉണ്ടാകണം. ഏറ്റവും എളിമ എത്രക്ക് കൂടുന്നു അത്രക്ക് കൂടുതൽ കർത്താവിന്റെ കൃപയിലോട്ട് വരും. വചനത്തിന്റെ ആത്മീയ, അല്ലെങ്കിൽ വചനമെല്ലാം വളച്ചൊടിച്ച് അവന്റെ ബുദ്ധിക്ക് ചേർന്ന വിധത്തിൽ അവൻ വചനം കൊടുക്കും. പ്രഭാഷകൻ 3:18 നീ എത്രത്തോളം ഉന്നതമാകുന്നു അത്രത്തോളം വിനീതനാകണം. അപ്പൊ നിങ്ങൾ വിനയം, അതാണ് ഈ വിശുദ്ധർ അംഗീകരിക്കാത്തവൻ വിനയില്ലാത്തവനാണ്, എളിമയില്ലാത്തവനാണ്, അജ്ഞനാണ്, അഹങ്കാരിയാണ്. വിശുദ്ധരെ ചീത്ത പറയുന്നത്. വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടാണ് വിശുദ്ധനാകുന്നത്. ഇസക്കേൽ പ്രവാചകൻ 22:26 ഇസക്കേൽ 44:23 എല്ലാം വിശുദ്ധിയാണ്. ഈ വിശുദ്ധിയെപ്പറ്റി ആരും പറയുന്നില്ല ഒരിടത്തും. എല്ലാവരും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ധനസമ്പാദന മാർഗങ്ങളാണ് എല്ലാം. 1 കൊറിന്തോസ് 15:19 ലൗകിക കാര്യമാണ്. എല്ലാവർക്കും പണം ഉണ്ടാക്കണം,
ദൈവം ഈശോ പണം ഉണ്ടാക്കി തരണം, അത്രയേ ഉള്ളൂ. ആത്മാവിന്റെ കാര്യത്തെപ്പറ്റി എങ്ങുമില്ല. നിങ്ങൾ ആത്മാവിന്റെ കാര്യം അന്വേഷിക്കുക, വാക്കുകളെല്ലാം തന്നോളാം. മത്തായി 6:39 പറയുന്ന ദൈവരാജ്യം നീതിയും അന്വേഷിക്കുമ്പോൾ സാർവ്വതും നിങ്ങൾ പറയുന്നേക്കാളും എഫോസസ് 3:20-21 വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെയും കൊണ്ടുവന്ന് തരും. ധനം മാത്രമല്ല, എല്ലാം നല്ല സ്വർണം തരും, നല്ല സ്വർണ്ണക്കട കാണിച്ചു തരും. അല്ലെങ്കിൽ മറ്റവർ 12-11 കാരറ്റും വെച്ചിരിക്കും. മറ്റേ നല്ല കട തന്നെയാണ്, 24 അതിലും കൂടുതൽ കേട്ടോ. മന്ത്രവാദം ഇല്ലാത്ത സ്വർണ്ണക്കട കാണിച്ചു തരും. അല്ലെങ്കിൽ മന്ത്രവാദമുള്ള അനേക സ്വർണ്ണക്കടകളുണ്ട്. ചെല്ലുമ്പോൾ നിങ്ങൾ കാണാമോ, ചിലടത്ത് പടം വെച്ചിട്ട് അവിടെ ചിലാക്കിയിരിക്കും ഒക്കെ കാണണം. മ്ലേച്ഛ വസ്തുക്കൾ വെച്ചിരിക്കുന്നത് നിങ്ങളെ ബന്ധിക്കാനാണ്. കൃപയില്ല. എന്നിട്ട് ഇത് കൃപയില്ലാത്തവരെന്ത് പറയും? സംഖ്യ 23:23 ആഭിജാത ഒന്നും ഏക്കല യാക്കോബിന. ഇത്രയും കപടന്റെ വചനമാണത്. ഈശോയിൽ വന്ന് ജീവിക്കുന്നതിന് മാത്രമേ അത് ഏൽക്കാതെയുള്ളൂ, അല്ലാത്തതിനെല്ലാം പിടിക്കും. ഇതാണ് സത്യം. കണ്ടോ? കാരണം പൈശാശക്തികൾക്ക് അതിന്റെ കഴിവുണ്ട്. മത്തായി 12:29 അവന് ശക്തനാണ്. അവനെ ബന്ധിക്കണമെങ്കിൽ നാം അതിലും ശക്തി പ്രാപിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ളവൻ വേണോ. 1 യോഹന്നാൻ 4:4. നിങ്ങൾ ഇങ്ങനെ വചനങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ വചനങ്ങളാണ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത്.